ചിൽഡ്രൻ, ഇനി നമ്മൾ പഠിക്കുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് എ പാരലലോഗ്രാം. അതിൽ ഫസ്റ്റ് ഒരു തിയറാണ്. ആ തിയറാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോണത്. ആ തിയർ എന്താ നോക്കാം. എ ഡയഗണൽ ഓഫ് എ പാരലലോഗ്രാം ഡിവൈഡ്സ് ഇറ്റ് ഇൻറ്റു ടു കോൺഗ്രുവൻറ്റ് ട്രയാങ്കിൾസ്. അതായത് ഡയഗണൽ ഓഫ് എ പാരലലോഗ്രാം ABCD എന്ന് പറയുന്നത് ഒരു പാരലലോഗ്രാമാണ്. AC എന്ന് പറയുന്നത് അതിൻ്റെ ഡയഗണലാണ്. ഈ ഡയഗണൽ ഈ പാരലലോഗ്രാമിനെ രണ്ട് ട്രയാങ്കിളായിട്ട് തിരിക്കുന്നുണ്ട്. അതിലൊരു ട്രയാങ്കിൾ ABC, അടുത്ത ട്രയാങ്കിൾ CDA, രണ്ട് ട്രയാങ്കിളായിട്ട് തിരിക്കുന്നുണ്ട്. നമ്മൾ തെളിയിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവൻ്റ് ആണെന്ന് തെളിയിക്കണം. അപ്പം നമ്മൾ ഒരു തിയറം തെളിയിക്കുമ്പോൾ ആദ്യം നമ്മൾക്ക് ഗിവൺ ആയ കാര്യങ്ങൾ എഴുതണം. അത് കഴിഞ്ഞിട്ട് എന്താ പ്രൂവ് ചെയ്യേണ്ടത്, ടു പ്രൂവ് എന്താ പ്രൂവ് ചെയ്യേണ്ടത് അത് എഴുതണം. എന്നിട്ട് വേണം പ്രൂവ് ചെയ്യാൻ. അപ്പം വല്ല ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ അതും ചെയ്യണം. അപ്പം ഗിവൺ ആയ കാര്യങ്ങൾ ഏതാ? ഗിവൺ ആയ കാര്യം ഇതൊരു പാരലലോഗ്രാമാന്ന് പറഞ്ഞു, അതിനൊരു ഡയഗണൽ ഉണ്ടെന്ന് പറഞ്ഞു. ഡയഗണൽ ഓഫ് എ പാരലലോഗ്രാം അത് ഗിവണാണ്. ഒരു പാരലലോഗ്രാം ഉണ്ട്, അതിനൊരു ഡയഗണൽ ഉണ്ട്, അതാണ് ഗിവൺ ആയ കാര്യം. ഇനി പ്രൂവ് ചെയ്യേണ്ട കാര്യം എന്താ? ടു ഡിവൈഡ് ഇൻറ്റു ടു കോൺഗ്രുവൻറ്റ് ട്രയാങ്കിൾസ്. അത് ഡിവൈഡ് ചെയ്യണ രണ്ട് ട്രയാങ്കിൾസ് കോൺഗ്രുവൻ്റ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇത് ഗിവണാണ്, ഇത് പ്രൂവ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഗിവൺ കാര്യങ്ങൾ എഴുതാം. ഗിവൺ എന്താ? ഗിവൺ ABCD ഈസ് എ പാരലലോഗ്രാം. ABCD ഈസ് എ പാരലലോഗ്രാം. പിന്നെന്താ തന്നിട്ടുള്ളത്? ആൻഡ് എന്താണ്? AC ഈസ് എ ഡയഗണൽ. ഇതാണ് ഗിവൺ. ABCD ഒരു പാരലലോഗ്രാമാണ്, അതിൽ AC ഡയഗണലാണ്. ഇനി പ്രൂവ് ചെയ്യേണ്ടത് എന്താ? ടു പ്രൂവ് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ട്രയാങ്കിൾ രണ്ട് ട്രയാങ്കിളായിട്ട് തിരിച്ചിട്ടുണ്ടല്ലോ. ആ ട്രയാങ്കിളിൻ്റെ പേര് ABC. ഒരു ട്രയാങ്കിൾ ABC കോൺഗ്രുവൻറ്റ് ടു, ഇങ്ങനെയല്ലേ നമ്മൾ കോൺഗ്രുവൻറ്റ് എന്ന് എഴുതാം, CDA. ട്രയാങ്കിൾ CDA, ട്രയാങ്കിൾ ABC കോൺഗ്രുവൻറ്റ് ടു ട്രയാങ്കിൾ CDA. അതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് പ്രൂഫ് നോക്കാം. അപ്പോൾ ഗിവൺ കാര്യങ്ങൾ എഴുതി, പ്രൂവ് ചെയ്യേണ്ട കാര്യം എഴുതി. ഇനി എന്താ പ്രൂഫ് എന്ന് നോക്കാം. പ്രൂഫ് എഴുതുമ്പോൾ എന്താ നമ്മൾ എഴുതുക? ഇൻ ട്രയാങ്കിൾ ABC ആൻഡ് ട്രയാങ്കിൾ CDA, ആ രണ്ട് ട്രയാങ്കിളിൽ AB പാരലൽ ടു CD. എന്താ AB പാരലൽ ടു CD ആവാൻ കാരണം? ABCD ഒരു പാരലലോഗ്രാമാണ്. ഇത് രണ്ട് ട്രയാങ്കിളാക്കി മാറ്റിയിട്ടോ നമ്മളിപ്പോൾ. ഈ രണ്ട് ട്രയാങ്കിളിൻ്റെ ഈ സൈഡും എന്താണെന്നാണ് നമ്മൾ പറയുന്നത്? പാരലലാണെന്നാണ് പറയുന്നത്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഈ ABCD ഒരു പാരലലോഗ്രാമാണ്. ഈ പാരലലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലാണെന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ടാണ് ABCD പാരലലാണെന്ന് പറയുന്നത്. ABCD പാരലലാണെങ്കിൽ ഈ AC എന്ന് പറയുന്നത് ABD CDD ഒരു ട്രാൻസ്വേഴ്സലാണ്. നമ്മൾ ഏതോ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഒരു രണ്ട് പാരലൽ ലൈൻസിനെ ഒരു ട്രാൻസ്വേഴ്സൽ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന രണ്ട് ആംഗിൾ. ഒരു ആംഗിൾ ഇവിടെ ഇതൊരു പാരലൽ ലൈൻ, ഇത് ട്രാൻസ്വേഴ്സൽ. അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന ആംഗിൾ ഇതടുത്ത പാരലൽ ലൈൻസ് അതിനെ ട്രാൻസ്വേഴ്സൽ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആംഗിൾ ഇത്. അപ്പോൾ ഈ രണ്ട് ആംഗിളും എന്നെയും പറയാം നമ്മൾ ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് എന്നാണ് പറയുക. ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ട് പാരലൽ ലൈൻസിന് ഒരു ട്രാൻസ്വേഴ്സൽ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന രണ്ട് ആംഗിൾസ് ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് എന്ന് പറയും. ഈ രണ്ട് ആംഗിൾസും ഈക്വലാണ്. ഈ രണ്ട് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ ഏതാ വരിക? DACയും BACയും. ഈ രണ്ട് ആംഗിളും ഈക്വലാണ്. അപ്പോൾ നമുക്കത് എഴുതി വയ്ക്കാം. ഇൻ ട്രയാങ്കിൾ ABC ആൻഡ് ട്രയാങ്കിൾ CDA ഏതാ പാരലൽ? നമ്മളെടുത്തത് AB പാരലൽ ടു CD ആൻഡ് AC ഈസ് ദ ട്രാൻസ്വേഴ്സൽ. നമ്മൾ ഈ ഡയഗണലിനെ നമ്മൾ ട്രാൻസ്വേഴ്സലായിട്ട് എടുത്തു, ഈ രണ്ട് സൈഡിനെയും പാരലൽ സൈഡ്സ് ആയിട്ട് എടുത്തു. സോ ഒരു ABയും CDയും പാരലലും AC ട്രാൻസ്വേഴ്സലുമാണെങ്കിൽ സോ ആംഗിൾ ഏത് ആംഗിളാണ് നമ്മൾ പറഞ്ഞത്? BAC. ആംഗിൾ BAC അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ അവിടെ. ഈക്വൽ ടു ഏതായിരിക്കും? DCA. ആംഗിൾ DCA. അതിൻ്റെ റീസൺ എഴുതണം. എന്താ കാരണം? പെയർ ഓഫ്
pair of alternate interior angles. ഇത് രണ്ടും ഈക്വൽ ആവാൻ കാരണം പെയർ ഓഫ് ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആയതുകൊണ്ട്. ഇത്രയും മനസ്സിലായിട്ടുണ്ടല്ലോ. ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആവാൻ കാരണം ഇത് രണ്ട് പാരലൽ ലൈൻസും ഈ ഡയഗ്രാം എന്ന് പറയുന്നത് ഒരു ട്രാൻസ്വേഴ്സൽ ആയതുകൊണ്ടാണ് ഈ രണ്ട് ആംഗിളും ഈക്വൽ ആയത്. ഇനി അതേപോലെ ഒരെണ്ണം കൂടിയുണ്ട്. ഈ രണ്ട് സൈഡും പാരലലാണ്, പാരലലോഗ്രാം ആയതുകൊണ്ട്. ഏതാ? എ ഡിയും ബി സിയും പാരലലാണ്. ഈ എ ഡി ഡിയും ബി സി ഡിയും നിങ്ങൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് ട്രാൻസ്വേഴ്സലാണല്ലോ. ഈ എ സി എന്ന് പറയുന്നത് ബി സി എ ഡി അതിൻ്റെ ട്രാൻസ്വേഴ്സലാണ് ഇത്, അതിൻ്റെയും ട്രാൻസ്വേഴ്സലാണ് ഇത്. അപ്പം ഉണ്ടാവുന്ന ഈ പാരലൽ ലൈൻസ് ആയിട്ടുള്ള ആംഗിൾ ഇതും ഈ പാരലൽ ലൈൻസ് ആയിട്ടുള്ള ആംഗിൾ ഇതും ഇതുപോലെ ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്. ഇത് രണ്ടും പാരലൽ ലൈൻസും ഇത് ട്രാൻസ്വേഴ്സലും ആകുമ്പോഴാണ് ഇത് രണ്ടും ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആവണം. ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഡി എ സിയും ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ ബി സി എയും. ഡി എ സി ബി സി എയും ഈക്വലാണ്. ഈ രണ്ട് ആംഗിളും ഈക്വൽ. അതിൻ്റെയും കാരണം രണ്ട് പാരലൽ ലൈൻസിനെ ഒരു ട്രാൻസ്വേഴ്സിൽ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആയതുകൊണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞത് നമുക്ക് എഴുതാം. ഓൾസോ എ ഡി പാരലൽ ടു ബി സി ആൻഡ് AC is the transversal. AC is the transversal. So, ഏത് ആംഗിളാണ് പറഞ്ഞത്? ആംഗിൾ ബി സി എ ഈക്വൽ ടു ആംഗിൾ ഡി എ സി. ബി സി എ ഈക്വൽ ടു ആംഗിൾ ഡി എ സി. അതിൻ്റെ റീസണും പെയർ ഓഫ് ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ്. ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആയതുകൊണ്ടാണ് അത് രണ്ടും ഈ ആംഗിളും ആ ആംഗിളും ഈക്വൽ ആയത്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ഫിഗറിൽ ഇപ്പം നമ്മളിപ്പോൾ എന്താ തെളിയിച്ചിട്ടുള്ളത്? അതായത് ഈ ആംഗിളും ഈക്വലാന്ന് തെളിയിച്ചു. ഈ ആംഗിളും ഈക്വലാന്ന് തെളിയിച്ചു. ഇനി നമുക്ക് എ സി ഈക്വൽ ടു സി എ. ഈ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡാണ് എ സി, ഈ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡാണ് എ സി. ഈ രണ്ട് ട്രയാങ്കിളിനും കോമൺ ആയിട്ടുള്ള സൈഡാണ് എ സി എന്ന് പറയുന്നത്. അപ്പോൾ കോമൺ ആയ സൈഡ് ആയതുകൊണ്ട് ഇത് അതിനോട് തന്നെ ഈക്വൽ ആയിരിക്കുമല്ലോ. എ സി ഈക്വൽ ടു സി എ എന്ന് പറഞ്ഞാൽ രണ്ടും ഈക്വലാണ്. അത് കോമൺ സൈഡ് ആയത് കാരണം. ഇപ്പോൾ നമ്മൾ എന്തൊക്കെ തെളിയിച്ചു? രണ്ട് ആംഗിളും, അതായത് ഈ ട്രയാങ്കിളിൻ്റെ രണ്ട് ആംഗിളും ഒരു സൈഡും മറ്റേ ട്രയാങ്കിളിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള രണ്ട് ആംഗിളിനോടും ഒരു സൈഡിനോടും എന്താണ്? ഈക്വലാണ്. അപ്പം നമ്മൾ ASA കോൺഗ്രുവൻസ് റൂൾ പ്രകാരം ഈ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവൻ്റ് ആണെന്ന് തെളിഞ്ഞു. അപ്പോൾ ഓക്കെ, അത് എഴുതാം. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിളും അടുത്തത് എഴുതാൻ പോണത് AC ഈക്വൽ ടു സി എ. അതിൻ്റെ കാരണം കോമൺ സൈഡ് ആയതുകൊണ്ട്. അപ്പോൾ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവൻ്റ് ആണ്. കാരണം എന്താ വെച്ചാൽ രണ്ട് ആംഗിളും അതിൻ്റെ നടുവിലുള്ള സൈഡും ഈ ട്രയാങ്കിളിൻ്റെ രണ്ട് ആംഗിളിനോടും അതിൻ്റെ നടുവിലുള്ള സൈഡിനോടും. അപ്പം ആംഗിൾ സൈഡ് ആംഗിൾ അതല്ലേ റൂള് ASA റൂൾ പ്രകാരം ഈ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവൻ്റ് ആണെന്ന് നമ്മൾ തെളിയിക്കാൻ പോകുന്നു. അപ്പോൾ ഇപ്പോൾ പറഞ്ഞാൽ നമുക്ക് എഴുതാം AC ഈക്വൽ ടു സി എ. അതിൻ്റെ കാരണം എന്താ നമ്മൾ എഴുതിയത്? കോമൺ സൈഡ്, രണ്ടിൻ്റെയും കോമൺ സൈഡാണ്. കോമൺ സൈഡ് ആയതുകൊണ്ട് സോ ഏത് ട്രയാങ്കിൾ എ ബി സി കോൺഗ്രുവൻ്റ് ടു രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവൻ്റ് ആണെന്ന് തെളിഞ്ഞു. സി ഡി എ ട്രയാങ്കിൾ എ ബി സി കോൺഗ്രുവൻ്റ് ടു ട്രയാങ്കിൾ സി ഡി എ. അതിൻ്റെ റീസൺ എന്താ? ASA റൂൾ പ്രകാരം ആംഗിൾ സൈഡ് ആംഗിൾ അതൊക്കെ നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എ ബി സി കോൺഗ്രുവൻ്റ് ടു സി ഡി എ. അപ്പോൾ അത് നമുക്ക് എങ്ങനെ എഴുതാം? എങ്ങനെ എഴുതാം? ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നമ്മുടെ ഒരു ഡയഗണൽ പാരലോഗ്രാമിൻ്റെ ഡയഗണൽ ഉണ്ടാക്കുന്ന രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവൻ്റ് ആണെന്നല്ലേ നമ്മൾ തെളിയിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എഴുതാം. ഡയഗണൽ AC ഡിവൈഡ്സ് പാരലോഗ്രാം ABCD എന്നൊരു പേര് ABCD
into two congruent triangles. Congruent triangles. Congruent triangles ABC and CDA. Two congruent triangle ABC and CDA. അപ്പോൾ നമ്മളത് പ്രൂവ് ചെയ്തു. ഒരു പാരലലോഗ്രാമിൻ്റെ ഡയഗണല് ആ പാരലലോഗ്രാമിനെ രണ്ട് ട്രയാങ്കിളായിട്ട് തിരിക്കുന്ന ആ രണ്ട് ട്രയാങ്കിൾ കോൺഗ്രുവൻറ്റ് ട്രയാങ്കിളാണ്. അപ്പോൾ ഇത് പാരലലോഗ്രാമിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് ഈ തിയറത്തിൽ നമ്മൾ പ്രൂവ് ചെയ്തത്. ഇനിയും പാരലലോഗ്രാമിൻ്റെ പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് ഈ പ്രോപ്പർട്ടീസൊക്കെ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഈ കോൺഗ്രുവൻസ്, ഈ എസ് റൂളൊക്കെ നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. അതുപോലെ ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് എന്താണെന്നൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഓർമ്മയുണ്ടെങ്കിലേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഇപ്പോൾ ഒരു പ്രോപ്പർട്ടി പഠിച്ചു, അത് ഓർമ്മ വേണം. അത് ഡയഗണലിൽ രണ്ടായിട്ട് തിരിക്കുന്ന ആ രണ്ട് ട്രയാങ്കിളും എന്താണ്? കോൺഗ്രുവൻസ് ആണ്. പാരലലോഗ്രാമിൻ്റെ അടുത്ത പ്രോപ്പർട്ടിയാണ് തിയറം 8 പറയുന്നത്. ഇൻ എ പാരലലോഗ്രാം ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലാണെന്ന് നമ്മൾ പഠിച്ചത്. ഇതുവരെ ഒരു പാരലലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ്, പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലാണ്. പക്ഷേ ഇപ്പോൾ ഈ തിയറത്തിൽ പറയുന്നത് ഇതൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കണം, എന്നാലേ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. ഇൻ എ പാരലലോഗ്രാം ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. അതൊന്നും പ്രൂഫ് ഇല്ല, നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആണെന്ന് മനസ്സിലാക്കാം. ഇനി തിയറം 8.3 എന്താ പറയുന്നത് വെച്ചാൽ കോൺവേഴ്സ് ഓഫ് തിയറം 8.2. ഇതിൻ്റെ തിരിച്ചാണ് പറയുന്നത്. ഇതിൽ പറയണത് എന്താ വെച്ചാൽ പാരലലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണെന്നാണ് പറയുന്നത്. ഇതിൽ തിരിച്ച് പറയണത് ഇഫ് ഈച്ച് പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ ഈസ് ഈക്വൽ. ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ ഈച്ച് പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ ദെൻ ഇറ്റ് ഈസ് എ പാരലലോഗ്രാം. അങ്ങനെയാണെങ്കിൽ അതൊരു പാരലലോഗ്രാം ആയിരിക്കും. ഈ പറഞ്ഞതിൻ്റെ കോൺവേഴ്സ്, അതായത് ഓപ്പോസിറ്റായിട്ട് തിരിച്ചായിട്ട് പറയും. ഇവിടെ പറഞ്ഞത് പാരലലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണെന്ന് പറഞ്ഞു. ഇവിടെ പറഞ്ഞത് ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആണെങ്കിൽ അതൊരു പാരലലോഗ്രാം ആയിരിക്കും. ഇനി അടുത്ത തിയറത്തിൽ പറയുന്നത് എന്താ വെച്ചാൽ ഇൻ എ പാരലലോഗ്രാം ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. ഓപ്പോസിറ്റ് സൈഡ്സ് മാത്രമല്ല പാരലലോഗ്രാമിൻ്റെ ഈക്വൽ, ഓപ്പോസിറ്റ് ആംഗിൾസും ഈക്വലാണ്. ഒരു പാരലലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസും ഈക്വലാണ്. ഇനി തിരിച്ച് അടുത്ത തിയറം എന്താ പറയുന്നത്? അടുത്ത തിയറത്തിൽ പറയുന്നത് ഇതിൻ്റെ കോൺവേഴ്സാണ്. ഇഫ് ഇൻ എ ക്വാഡ്രിലാറ്ററൽ ഈച്ച് പെയർ ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്. ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ ദെൻ ഇറ്റ് ഈസ് എ പാരലലോഗ്രാം. അങ്ങനെയാണെങ്കിൽ അതൊരു പാരലലോഗ്രാം ആയിരിക്കും. ഈ പറഞ്ഞതിൻ്റെ തിരിച്ചാണ് അടുത്ത തിയറത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പാരലലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലാണ്, ഈക്വലാണ്. പാരലലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വലാണ്. പിന്നെന്താ പറഞ്ഞിട്ടുള്ള അടുത്ത തിയറം? ദ ഡയഗണൽ ഓഫ് എ പാരലലോഗ്രാം ബൈസെക്ട് ഈച്ച് അതർ. അടുത്ത തിയറത്തിൽ പറയുന്നതാണ് ഡയഗണൽ ഓഫ് എ പാരലലോഗ്രാം ബൈസെക്ട് ഈച്ച് അതർ. എന്താ ഡയഗണൽസ് എന്ന് പറഞ്ഞാൽ ഒരു ക്വാഡ്രിലാറ്റർ, അതായത് ഒരു പാരലലോഗ്രാമിന് രണ്ട് ഡയഗണലുണ്ട്. ഈ രണ്ട് ഡയഗണലും ബൈസെക്ട് ചെയ്യണം. അതെന്താണെന്ന് പറയാം. അതെന്താണെന്ന് വെച്ചാൽ ഈ ABCD ഒരു പാരലലോഗ്രാമാണ്. അതിൻ്റെ ഒരു ഡയഗണലാണ് AC, അടുത്ത ഡയഗണലാണ് BD. ഈ രണ്ട് ഡയഗണലും ബൈസെക്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഡയഗണൽ രണ്ട് ഈക്വൽ പാർട്സ് ആയിട്ട് ആക്കണം. അതായത് OD എന്ന് പറഞ്ഞ ലെങ്ത്തും OB എന്ന് പറഞ്ഞ ലെങ്ത്തും ഈക്വലാണ്. ഈ AC എന്ന് പറഞ്ഞ ഡയഗണൽ DBനെ എന്താക്കി മാറ്റണു? പകുതിയാക്കി മാറ്റണു. OD എന്ന് പറഞ്ഞ ലെങ്ത്തും OB എന്ന് പറഞ്ഞ ലെങ്ത്തും ഈക്വൽ. തിരിച്ചു പറയുകയാണെങ്കിൽ ഈ AC എന്ന് പറഞ്ഞ ഡയഗണലിലെ ഇത് OA എന്ന് പറഞ്ഞ ലെങ്ത്തും OC എന്ന് പറഞ്ഞ ലെങ്ത്തും ഈക്വലാണ്. അതാണ് ബൈസെക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ. ഈ രണ്ട് ഡയഗണലും പരസ്പരം രണ്ട് ഡയഗണലിൽ ബൈസെക്ട് ചെയ്യും. രണ്ട് പാർട്സായിട്ട് ഈക്വൽ പാർട്സായിട്ട് മുറിക്കണം. ആ തിയറത്തിൻ്റെ ഓപ്പോസിറ്റ് കോൺവേഴ്സാണിത്. തിയറം 8.7 പറയുന്നത് കോൺവേഴ്സ് ഓഫ് തിയറം 8.6. ഇഫ് എ ഡയഗണൽ ഓഫ് എ ക്വാഡ്രിലാറ്ററൽ if diagonals of a quadrilateral bisect each other then it is a parallelogram. ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ ഡയഗണൽസ് ബൈസെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു പാരലലോഗ്രാം ആയിരിക്കും. അത് ഓപ്പോസിറ്റ്. അപ്പോൾ ഡയഗണൽ ബൈസെക്ട് ചെയ്യണു, ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വലാണ്, ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലാണ്, ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലാണ്. ഇതൊക്കെ പാരലലോഗ്രാമിൻ്റെ പ്രോപ്പർട്ടീസാണ്. നമുക്കടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഷോ ദാറ്റ് ഈച്ച് ആംഗിൾ ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് എ റൈറ്റ് ആംഗിൾ. അതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. റൈറ്റ് ആംഗിളാണിത്. ആ റൈറ്റ് ആംഗിളിൻ്റെ ഈച്ച് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഫോർ ആംഗിൾസും
റൈറ്റ് ആംഗിൾ, ഇതൊരു റെക്റ്റാങ്കിളാണ്. ഈ റെക്റ്റാങ്കിളിൻ്റെ 4 ആംഗിൾസും റൈറ്റ് ആംഗിളാണെന്നാണ് നമ്മൾ തെളിയിക്കേണ്ടത്. റൈറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയാണെന്ന് തെളിയിക്കണം. നമുക്കറിയാം, നമ്മൾ ഈ റെക്റ്റാങ്കിളിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചു. റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പഠിച്ചു. അതിൽ നമ്മൾ പഠിച്ചത് റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് ഒരു പാരലലോഗ്രാം ഇൻ വിച്ച് വൺ ആംഗിൾ ഈസ് റൈറ്റ് ആംഗിൾ. ഒരു ആംഗിൾ റൈറ്റ് ആംഗിളുള്ള പാരലലോഗ്രാമിനെയാണ് നമ്മൾ റെക്റ്റാങ്കിൾ എന്ന് പറയുക. അപ്പോൾ റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് ഒരു പാരലലോഗ്രാമാണ്. അതിലത്തെ എന്തുണ്ട്, ഒരു ആംഗിൾ 90 ഡിഗ്രി അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ ആണെന്ന് നമ്മൾ ഡെഫിനേഷനിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് ചെയ്യാം. നമുക്ക് റെക്റ്റാങ്കിളിനെ വി നോ ദാറ്റ് അത് എഴുതാം. എന്താണ് എ റെക്റ്റാങ്കിൾ ഈസ് എ പാരലലോഗ്രാം in which one angle റൈറ്റ് ആംഗിൾ. നമുക്കറിയാം റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് ഒരു പാരലലോഗ്രാം ആണ്. ഇൻ വിച്ച് വൺ ആംഗിൾ ഈസ് റൈറ്റ് ആംഗിൾ. റെക്റ്റാങ്കിൾ ഒരു പാരലലോഗ്രാം ആണ്. അതിലത്തെ ഒരു ആംഗിൾ റൈറ്റ് ആംഗിൾ ആണെന്ന് നമ്മൾ റൈറ്റ് ആംഗിളിൻ്റെ ഡെഫിനേഷനിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് എഴുതി വയ്ക്കാം. ഇനി അപ്പോൾ നമുക്ക് എഴുതാം. സോ ഇതെങ്ങനെ ആയതുകൊണ്ട് സോ ലെറ്റ് ABCD റെക്റ്റാങ്കിൾ, ABCD ഒരു റെക്റ്റാങ്കിളാണ്. ഇൻ വിച്ച് ആംഗിൾ A ഈക്വൽ ടു 90 ഡിഗ്രി. ആംഗിൾ A 90 ഡിഗ്രിയാണ്. ഒരു ആംഗിൾ 90 ഡിഗ്രിയാണ് ചെയ്യേണ്ടു. അപ്പോൾ നമുക്ക് സപ്പോസ് ചെയ്യാം ആംഗിൾ A ആണ് 90 ഡിഗ്രി എന്നാണ് 90 ഡിഗ്രി എന്നാണ് നമ്മൾ സപ്പോസ് ചെയ്യുന്നത്. അത് ഗിവൺ ആയ കാര്യമാണ്. അതൊരു റെക്റ്റാങ്കിൾ ആണെന്ന് പറഞ്ഞാൽ അതിലത്തെ ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അത് അതിൻ്റെ റെക്റ്റാങ്കിളിൻ്റെ ഡെഫിനേഷനിൽ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇത് ഗിവൺ ആയ കാര്യമാണ്. ഇനി നമ്മൾ എന്താ പ്രൂവ് ചെയ്യേണ്ടത്? വി ഹാവ് ടു പ്രൂവ്. എന്താ തെളിയിക്കേണ്ടത്? ഒരു ആംഗിൾ 90 ഡിഗ്രിയാണെന്ന് അറിയാം. ബാക്കി എല്ലാ ആംഗിളും 4 ആംഗിൾസും റൈറ്റ് ആംഗിൾ ആണെന്നാണ് തെളിയിക്കേണ്ടത്. വി ഹാവ് ടു പ്രൂവ് എന്താ? ആംഗിൾ B ഈക്വൽ ടു ആംഗിൾ C ഈക്വൽ ടു ആംഗിൾ D ഈക്വൽ ടു 90 ഡിഗ്രി. ഇതാണ് നമ്മൾ തെളിയിക്കേണ്ടത്. ബിയും സിയും ഡിയും ഒക്കെ 90 ഡിഗ്രിയാണെന്ന് തെളിയിക്കണം. അതെങ്ങനെ തെളിയിക്കുക? നമ്മൾ പ്രൂഫ് ചെയ്ത് നോക്കാം. അതായത് ഞാൻ പറയാതെ പ്രൂഫ് എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ, ഈ രണ്ട് സൈഡും, അതായത് ഈ AD BC പാരലൽ ലൈൻസാണ്. AD BC ഇതൊരു പാരലലോഗ്രാം കൂടിയാണല്ലോ. റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ പാരലലോഗ്രാം കൂടിയാണ്. അപ്പോൾ AD BC പാരലൽ ലൈൻസാണ്. അങ്ങനെയാണെങ്കിൽ AB എന്ന് പറയുന്നത് ഈ രണ്ട് പാരലൽ ലൈൻസിൻ്റെ ട്രാൻസ്വേഴ്സലാണ്. ഈ ട്രാൻസ്വേഴ്സലിൻ്റെ ഒരേ സൈഡിലുള്ള ആംഗിളാണ് ആംഗിൾ Aയും ആംഗിൾ Bയും. നമ്മൾ പറയുന്നത് AD BC പാരലൽ ലൈൻസ്, AB ട്രാൻസ്വേഴ്സൽ. ഈ ട്രാൻസ്വേഴ്സലിൻ്റെ സെയിം സൈഡിലുള്ള ഇൻറ്റീരിയർ ആംഗിളാണ് Aയും Bയും. നമ്മൾ പഠിച്ചിട്ടുണ്ട് നേരത്തെ നമ്മൾ ചെയ്ത ഇതിൽ ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ഈക്വലാന്ന് പഠിച്ചു. പക്ഷേ ആംഗിൾസ് ഇൻ ദ സെയിം സൈഡ് ഓഫ് ട്രാൻസ്വേഴ്സൽ എന്താണ്? ആ രണ്ട് സെയിം സൈഡ് ഓഫ് ദ ട്രാൻസ്വേഴ്സലിൻ്റെ സമ്മ് 180 ആയിരിക്കും. അതായത് അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ചെറിയ ക്ലാസ്സിൽ. ഒരു രണ്ട് പാരലൽ ലൈൻസിനെ ഒരു ട്രാൻസ്വേഴ്സൽ കട്ട് ചെയ്യുമ്പോൾ ഈ ട്രാൻസ്വേഴ്സലിൻ്റെ സെയിം സൈഡിലുള്ള രണ്ട് ആംഗിൾസിൻ്റെ സമ്മ് 180 ആയിരിക്കും. അതായത് ഈ ടു ആംഗിൾസ് സപ്ലിമെൻ്ററി ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ആംഗിൾ A എന്ന് പറയുന്നത് 90 ആണെങ്കിൽ ഈ ആംഗിളും കൂടി കൂട്ടിയാൽ 180 ആയിരിക്കും. അപ്പോൾ 180 ഈ 90 മൈനസ് ചെയ്താൽ B എത്ര കിട്ടുക? Bയും 90 കിട്ടും. Bയും 90. അപ്പോൾ A 90 കിട്ടിയാൽ Bയും 90 കിട്ടി. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ട്രാൻസ്വേഴ്സലിൻ്റെ, അതായത് കോ ഇൻറ്റീരിയർ ആംഗിൾസ് എന്ന് പറയും. ട്രാൻസ്വേഴ്സലിൻ്റെ സെയിം സൈഡിലുള്ള രണ്ട് ആംഗിൾസിൻ്റെ സമ്മ് 180 ആണ്. അപ്പോൾ ഇത് 90 ആണെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി സമ്മ് 180 ആണെങ്കിൽ Bയും 90 തന്നെയായിരിക്കും. അപ്പോൾ B 90 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? Dയും 90 ആയിരിക്കും. കാരണം എന്താ? ഇതൊരു പാരലലോഗ്രാമാണ്. റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ ഒരു പാരലലോഗ്രാമാണ്. നമ്മളിപ്പോൾ കുറേ തിയറങ്ങളിൽ പഠിച്ചു. പ്രോപ്പർട്ടീസ് ഓഫ് പാരലലോഗ്രാംസിൽ പഠിച്ചു. ഓപ്പോസിറ്റ് ആംഗിൾസ് പാരലലോഗ്രാമിൻ്റെ ഈക്വലാന്ന് പഠിച്ചു. അപ്പോൾ ആംഗിൾ B 90 ആണെങ്കിൽ ആംഗിൾ D എന്തായിരിക്കും? അതും 90 ആയിരിക്കും. അപ്പോൾ D 90 കിട്ടി, B 90 കിട്ടി. ഇനി C 90 എന്ന് പറയണം. അതുപോലെ തന്നെ ഇതും അങ്ങനെയാണ്. ആംഗിൾ Aയുടെ ഓപ്പോസിറ്റ് ആംഗിളാണ് ആംഗിൾ C. അപ്പോൾ ആംഗിൾ A 90 ആണ്.
അപ്പോൾ ആംഗിൾ സി എന്തായിരിക്കും? അത് 90 ആണ്. അപ്പോൾ എല്ലാ ആംഗിൾസും 90 ഡിഗ്രിയാണ് കിട്ടി. അപ്പോൾ നമുക്ക് പറയാം റെക്റ്റാങ്കിളിൻ്റെ 4 ആംഗിൾസും റൈറ്റ് ആംഗിളാണ്. അപ്പോൾ അത് എഴുതാം. നമുക്ക് പ്രൂഫ് എഴുതാം. എന്താ എഴുതാം? എ ഡി പാരലൽ ടു ബി സി ആൻഡ് എ ബി ഈസ് ദ ട്രാൻസ്വേഴ്സൽ. എ ഡി ബി സി പാരലലാണ്, എ ബി ട്രാൻസ്വേഴ്സലാണ്. സോ ആംഗിൾ എയും ആംഗിൾ ബിയും കൂടി സം ചെയ്ത 180 ആയിരിക്കും. അതിൻ്റെ കാരണം എന്താണ്? ഇന്റീരിയർ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ട്രാൻസ്വേഴ്സൽ. അല്ലെങ്കിൽ അതിനെ കോ ഇന്റീരിയർ ആംഗിൾസ് എന്നും പറയും. സൈഡ് ഓഫ് അതാണ് അതിൻ്റെ റീസൺ. അപ്പോൾ ഇത് രണ്ടും കൂടി 180 ആയിരിക്കും. ഈ രണ്ട് ആംഗിളും ട്രാൻസ്വേഴ്സലിൻ്റെ സെയിം സൈഡിലായാണ്. ഇനി നമുക്ക് എന്താ അറിയാം? നമുക്കറിയാം. ബട്ട് ആംഗിൾ എ എന്ന് പറയുന്നത് എന്താണ്? 90 ഡിഗ്രിയാണ്. അതെന്താണ്? നമ്മൾക്ക് ഗിവണാണത്. നമുക്ക് ഗിവണാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ പാരലലോഗ്രാമിൻ്റെ ഒരു ആംഗിൾ 90 ആയിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് അത് റെക്റ്റാങ്കിൾ ആവുള്ളൂ. അപ്പോൾ ആംഗിൾ എ ഈക്വൽ ടു 90 എന്ന് ഗിവണാണ്. ദെർഫോർ ആംഗിൾ ബി ഈസ് ഈക്വൽ ടു 180 മൈനസ് ആംഗിൾ എ. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടുക? 180 മൈനസ് 90 ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പോൾ ആംഗിൾ ബിയും എത്ര കിട്ടിയേ? 90 ഡിഗ്രി എന്ന് കിട്ടി. ആംഗിൾ ബി 90 ഡിഗ്രി. ആംഗിൾ എയും 90 ഡിഗ്രി, ആംഗിൾ ബിയും 90 ഡിഗ്രി. ഇനി നമുക്ക് എന്ത് എഴുതാം? ആംഗിൾ സി ഈസ് ഈക്വൽ ടു ആംഗിൾ എ ആൻഡ് ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു ആംഗിൾ ബി. അതിൻ്റെ കാരണം എന്താ? റീസൺ എന്താ? ആംഗിൾ എയും സിയും ഓപ്പോസിറ്റ് ആംഗിളാണ്, ഡിയും ബിയും ഓപ്പോസിറ്റ് ആംഗിളാണ്. ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ പാരലലോഗ്രാം ഈക്വൽ ആണ്. അതുകൊണ്ടാണ് ഡിയും ബിയും ഈക്വലും സിയും ഡിയും ഈക്വൽ. അതിൻ്റെ കാരണം ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് ദ പാരലലോഗ്രാം. ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ്. ദെർഫോർ അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ദെർഫോർ ആംഗിൾ സി ഈസ് ഈക്വൽ ടു ആംഗിൾ എ ആണ്. അപ്പോൾ എത്ര കിട്ടുക? 90 ഡിഗ്രി. ആംഗിൾ സിയും 90 ഡിഗ്രി എന്ന് കിട്ടും. ഇനി ആംഗിൾ ഡി എന്താ? ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു ആംഗിൾ ബി ആണ്. ആംഗിൾ ബി 90 ഡിഗ്രി അല്ലേ? അപ്പോൾ അതും 90 ഡിഗ്രിയാണ്. അപ്പോൾ ആംഗിൾ സിയും ആംഗിൾ ബിയും 90 ഡിഗ്രിയാണ് കിട്ടി. അപ്പോൾ ദെർഫോർ each angles of a rectangle is right angle. Each angles of a rectangle is a right angle. Angles. അപ്പോൾ നമുക്ക് കിട്ടി. ഇവിടെ എ 90 ആണെന്ന് ഗിവണാണ്, ബി 90 ആണെന്നുള്ളത് നമ്മളിതൊന്ന് തെളിഞ്ഞു. ഇനി ബി എന്ന് പറയുന്നത് എന്താണ്? ബിയും ഡിയും ഈക്വൽ ആണ്. അപ്പോൾ അതുകൊണ്ട് ഡിയും 90 ഡിഗ്രിയാണ്, സിയും എയും ഈക്വൽ ആണ്. അപ്പോൾ സിയും 90 ഡിഗ്രിയാണ്. അപ്പോൾ എ 90, ബി 90, സി 90, ഡി 90. അപ്പോൾ നമ്മൾ എന്ത് എഴുതാം അവസാനം? ദെർഫോർ ഈച്ച് ആംഗിൾ ഓഫ് എ റൈറ്റ് ആംഗിൾ അല്ലെങ്കിൽ ഈച്ച് ആംഗിൾ ഓഫ് എ റെക്റ്റാംഗിൾ ഈസ് റൈറ്റ് ആംഗിൾ. അതായത് എല്ലാ ആംഗിളും 90 ഡിഗ്രിയാണെന്ന് പ്രൂവ് ചെയ്തു. അപ്പോൾ ഓക്കെ, താങ്ക് യു ചിൽഡ്രൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം.